ചുരുങ്ങിയ കാലയളവിൽ അഭിമാനകരമായ വളർച്ചയാണ് കേരള ബാങ്ക് കൈവരിച്ചതെന്ന് ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ. വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും. അംഗങ്ങളായ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലാഭവിഹിതം നൽകുവാൻ കഴിയുന്ന രീതിയിലേക്ക് കേരള ബാങ്കിനെ ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോഹനൻ മാസ്റ്റർ. നിക്ഷേപ സമാഹരണത്തിലും വായ്പാ വിതരണത്തിലും രാജ്യത്തെ ഏത് സഹകരണ ബാങ്കിനേക്കാളും മുന്നിലാണ് കേരള ബാങ്കെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ലോകത്തെ തന്നെ 7ാമത്തെ മികച്ച സഹകരണ സ്ഥാപനമാണ് കേരള ബാങ്ക്. നിക്ഷേപം പരമാവധി സാമൂഹ്യ നന്മയ്ക്കും നാടിന്റെ വികസനത്തിനുമായി ചെലവഴിക്കുക എന്ന സമീപനമാണ് കേരള ബാങ്ക് സ്വീകരിക്കുന്നത്. ലാഭകരമായാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ബാങ്കിന്റെ പ്രവർത്തനം. അംഗസംഘങ്ങൾക്ക് ലാഭവിഹിതം നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിക്കാനാണ് ശ്രമമെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞു. അഭിമാനകരമായ വളർച്ചയും മുന്നേറ്റവുമാണ് കേരള ബാങ്കിന് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൈവരിക്കാൻ കഴിഞ്ഞത്. നിക്ഷേപ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സഹകരണ ബാങ്കുകളെക്കാളും മുന്നിലാണ് കേരള ബാങ്ക്. ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്ക് ഇതിലെ അംഗങ്ങളായ പ്രാഥമിക വായ്പാ സംഘങ്ങൾക്ക് ലാഭവിഹിതം അഥവാ ഡിവിഡൻഡ് നൽകാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. 50ലധികം വ്യത്യസ്തമായ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് 10ലധികം വായ്പാ പദ്ധതികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 50ലധികം വായ്പാ പദ്ധതികൾ ഇന്ന് കേരള ബാങ്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഇപ്പോൾ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായൊരു വിഭാഗമാണ് വനിതകൾ. അപ്പോൾ വനിതകളുടെ ക്ഷേമത്തെ മുൻനിർത്തി അവർക്ക് സ്വയം സംരംഭങ്ങൾ ആരംഭിക്കാനും അതുപോലുള്ളതിനെല്ലാം ലക്ഷ്യം വെച്ച് 10ലധികം വരുന്ന വനിതകൾക്ക് മാത്രമായുള്ള വായ്പാ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കിട്ടാക്കടം പരമാവധി തിരിച്ചുപിടിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഒറ്റത്തവണ തീർപ്പാക്കലടക്കമുള്ള മാർഗങ്ങൾ ഇതിനായി നടത്തി വരികയാണ്. ബാങ്കിന്റെ ബിസിനസ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടാകുമെന്നും മോഹനൻ മാസ്റ്റർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.